ഒരു ആവേശമുണ്ട്. എല്ലാവരും ചവിട്ടല്ലേ. മതി 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 മതി. എന്റെ മൈക്കോടെ എന്റെ മൈക്കോളാക്കെ വിഷ്ടോ 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 മൈക്കോളാക്ക് എന്റെ മൈക്കോടെ ഉമേഷ് മൈക്കോളാക്ക് മൈക്കോ അവളെ വിളിയടാ. ഉമേഷ് മൈക്കോ അഭിമാനവുമുള്ളൊരു സമയമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. യുഡിഎഫിന്റെ എല്ലാ പ്രവർത്തകർക്കും സഹപ്രവർത്തകർക്കും അത്രമാത്രം അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. കാരണം 25 വർഷങ്ങൾ കൊണ്ട് LDF കീഴടക്കി വെച്ചിരുന്ന ഉട്ടട വാർഡ് ഇന്ന് UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള അഭിമാനം. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു സത്യം ജയിക്കുമെന്നുള്ളത്. അതേപോലെ തന്നെ സത്യം ജയിച്ചു. ജനാധിപത്യമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ഉട്ടടയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിജയമാണ്. വിഷ്ണു വിഷ്ണു
പിടിച്ചടക്കി കണ്ണേ കരള വൈത്തേ മുട്ടടയുടെ പൊൻമുത്തേ കെട്ട് കെട്ടിച്ച കെട്ട് കെട്ടിച്ച സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിജയമാണ്. ജയിച്ചുന്നുള്ളതേ ഉള്ളൂ. ജനാധിപത്യം വിജയിച്ചിരിക്കുകയാണ്. ജനങ്ങളോട് എന്താണ് പറയുന്നത്? വളരെ സന്തോഷം, വളരെ സന്തോഷം. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അതിൻ്റെതായിട്ടുള്ള സന്തോഷം. മുട്ടട വാർഡിൽ വൈഷ്ണവ് വിജയിച്ചിരിക്കുന്ന ആഹ്ലാദ പ്രകടനം, അതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. എന്തായാലും വൈഷ്ണയ്ക്കൊപ്പം നിന്ന തുടക്കം മുതൽ തന്നെ നിന്ന സുഹൃത്തുക്കൾ, ഭാരവാഹികളെല്ലാം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരുപാട് വിവാദങ്ങൾ, വൈഷ്ണയ്ക്ക് വോട്ട് പോലും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്തതൊക്കെ കള്ള വോട്ടാണെന്നൊക്കെ പറയുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ വിജയ റിസൾട്ട് വരുന്നത്. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന വിജയം വൈഷ്ണയുടെ തന്നെയാണ്. കേരളത്തിൽ ആര് വിജയിച്ചു എന്ന് പറഞ്ഞാലും അതിനപ്പുറത്തേക്കുള്ള ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്, വർഷങ്ങളായുള്ള പരിചയമാണ്, കോളേജ് ക്യാമ്പസ് പൊളിറ്റിക്സിലൂടെ വന്ന ആളാണ്. അപ്പൊ ആ ക്യാമ്പസ് എങ്ങനെയാണ്, തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്തെന്നുള്ള ഒരു വൈഷ്ണയ്ക്ക് അതിന്റെ ഒരു രീതികളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ മുട്ടടയിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നന്നായിട്ടുള്ള പ്രവർത്തിക്കുന്നുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേരും വൈഷ്ണയ്ക്കൊപ്പം തന്നെ നിന്നത്. എല്ലാവരും അവരവരുടെ വാർഡിലേക്കൊക്കെ പോയേക്കാണ്. ഇതൊരു മറുപടി കൂടിയായിട്ട് കാണുന്നുണ്ടോ? തികച്ചൊരു മറുപടി തന്നെയാണ്. ഒരുപാട് രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങിന് ശേഷമാണ് വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ സാധിച്ചത്. ഈ വിജയം അവൾ ആദ്യം മുതലേ പറഞ്ഞതുപോലെ സത്യം ജയിക്കും. ആ സത്യം തന്നെയാണ് ഇപ്പൊ ഇവിടെ ജയിച്ചു പോയിട്ടുള്ളത്. CPM കോട്ടയാണ് ഇപ്പൊ വൈഷ്ണവ് പിടിച്ചത്. അതെ, 25 വൈഷ്ണവ് നേരിട്ട് വന്നിട്ടുണ്ട്. അവിടെ ചോദിക്കാം. വൈഷ്ണവ്, CPM കോട്ട പിടിച്ചടക്കിയിരിക്കുകയാണ്. ഞാൻ തുടക്കം മുതൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. വിമർശനങ്ങൾ, വിവാദങ്ങൾ, വോട്ട് കള്ള വോട്ടാണെന്നടക്കമുള്ള പരാമർശങ്ങൾ വിജയിച്ച് നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു വൈഷ്ണവ്? വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷവും അതിലുപരിയായ അഭിമാനവുമുള്ള ഒരു സമയമാണ്. കാരണം ഞാൻ അന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സത്യം ജയിക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സത്യം ജയിച്ചു, ജനാധിപത്യം ജയിച്ചിരിക്കുകയാണ്. മുട്ടടയിലെ സാധാരണക്കാരായിട്ടുള്ള ഓരോ ജനങ്ങളുടെയും വിജയമാണ്. വൈഷ്ണയുടെ അച്ഛന് പോലും വോട്ടില്ലായിരുന്നു. അതായത് ഒരുപാട് ആളുകളുടെ വോട്ട് ഇത്തവണ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കൂടെ എങ്ങനെയാണ്? അതെല്ലാം തികച്ച രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. AKG സെന്ററിൽ നിന്ന് പുറപ്പെടുവിച്ചു വിടുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സാധാരണക്കാരുടെ വോട്ടുകൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അത് തികച്ചും അനീതിയാണ്. അത് കേരള സർക്കാർ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്.